ഇടയ്ക്ക് കത്തിരിക്ക കിട്ടിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അതങ്ങ് സാമ്പാറിലിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങ് മറന്നും പോയി. ഇന്നിങ്ങനെ ചേട്ടൻ കത്തിരിക്ക വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഐറ്റം അങ്ങ് ഉണ്ടാക്കാന്നേ. പിന്നെ ഇടയ്ക്ക് തേങ്ങയില്ലാ കറികൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന കറികളാണ് ഇതൊക്കെ. കുറേ തൈരും ഇരിപ്പുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് തൻകുട്ടിക്ക് പനിയായത് കാരണം പാല് കൊടുക്കാനും പറ്റുന്നില്ല. അതിനെ അങ്ങനെ ഉറവൊഴിച്ച് അതും അങ്ങനെ ഇരിപ്പുണ്ട്. എങ്കിൽ പിന്നെ ഈ ഒരു കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കത്തിരിക്ക എടുത്ത് നമ്മുടെ വട്ടത്തിനരിഞ്ഞു. അതിലോട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഇങ്ങനെ വറുത്ത് കോരി എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ തൈര്, അങ്ങനെ തൈരും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ്, കത്തിരിക്കയിൽ ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്കയും കൂടെ അതിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ തൈരൊക്കെ ഇങ്ങനെ കുറുകുറായി വരും. അങ്ങനെ അതിന് നല്ല ചൂട് ചോറിലോട്ട് ഇങ്ങനെ ഒഴിച്ച് ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. പിന്നെ ഞാനൊരു കൊണ്ടാട്ടം മുളകും കൂടെ വറുത്തു. അങ്ങനെ കൊണ്ടാട്ടം മുളകും കത്തിരിക്ക തൈര് കറിയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പിടി പിടിക്കണം. ഈ കത്തിരിക്ക തൈരിൽ ഇടാതെ അല്ലാതെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. ഇനി തേങ്ങയില്ലാ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാം. പിന്നെ എൻ്റെ തൈര് പുറത്തിരുന്ന് ഒരു ലേശം പുളി കൂടിപ്പോയി.